വെൽക്കം ബാക്ക് ടു AlanAjax Creationz. അപ്പോൾ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയായ അവിയലാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ ആയിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിയലാണ്. ഓണൊക്കെ വരെയാണല്ലോ, അപ്പോൾ നമുക്ക് അവിയൽ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ പറയാം. പയറ്, അച്ചിങ്ങ പയറ്, പിന്നെ ക്യാരറ്റ്, മുരിങ്ങക്കായ, ചേന, പിന്നെ കായ, ഏത്തക്കായ അല്ലെങ്കിൽ നേന്ത്രക്കായ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത്രയും വെജിറ്റബിൾസ് ആണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സാധാരണ അവിയൽ വയ്ക്കുമ്പോൾ അങ്ങനെയാണ്, നീളത്തിലാണ് കട്ട് ചെയ്യുക. പിന്നെ ഞാൻ പച്ചമുളക് ആണ് ഇതിലിടേണ്ടത്. ഇത് പച്ചമുളക് മാത്രമാണ് ഇടണുള്ളൂ, മുളക് പൊടി ഇടില്ല. അത് ഓരോ ഏരിയയിലും ഓരോ വിധത്തിലാണ് വെക്കുക. ഞങ്ങൾ വെക്കുമ്പോൾ പച്ചമുളക് മാത്രമാണ് ഇടുക. അത് എരിവിനനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ കാന്താരി മുളക് കാരണം ഞാൻ ഒരു 5 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ആദ്യം പാത്രം വെച്ചിട്ട് അതിലേക്ക് ചേന ഇട്ട് കൊടുക്കാം. ചേന എല്ലാം ഞാൻ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ചേനയും കായയും കൂടിയിട്ട് ആദ്യം ഇട്ട് കൊടുക്കാം. ചേനയും കായയും കൂടി ഇട്ടിട്ട് അതിന് കുറച്ച് വേവ് കൂടുതലുള്ള കാരണം ഇത് രണ്ടും ഇട്ടിട്ട് നമുക്ക് ഈ പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം, ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി ഇത് ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ച് ഒന്ന് തിളയ്ക്കുന്നത് വരെ വെക്കാം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കായും ചേനയും കൂടി ഇട്ടിട്ട് ഇതാ തിളച്ച് അതൊരു ഇതായിട്ടുണ്ട്, പകുതി വേവായിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കി പച്ചക്കറികളും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ടിട്ട് നമുക്കൊരു 2-3 തണ്ട് കറിവേപ്പിലയും അതിലിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കാം. ഉപ്പും മഞ്ഞളൊക്കെ നമ്മൾ ആദ്യമേ ഇട്ടിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് മൂടി വയ്ക്കാം. ഈ സമയം കൊണ്ട്, ഇതാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മളിനി അരപ്പ് തയ്യാറാക്കാനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ, അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ക്യുമിൻ സീഡ് അത് 1 ടീസ്പൂൺ, പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി, ഇതും കൂടിയിട്ട് ആദ്യം നമ്മളൊന്ന് അരയ്ക്കും. അത് ഇത്തിരി നന്നായി അരയ്ക്കുക. അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ വേറെ തേങ്ങ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ആദ്യത്തെ ഈ ജീരകം ഉള്ളിയൊക്കെ അരയാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് തേങ്ങ ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കണത്. അതിനുശേഷം അതിലേക്ക് ഈ തേങ്ങയും കൂടി ഇട്ടിട്ട്, ഇത്രയും കുറച്ചും കൂടിയും തേങ്ങ എടുത്തിട്ടുണ്ട്, അതായത് ഒരു മുറി തേങ്ങയോളം മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ആദ്യത്തേൽ നമ്മൾ കറിവേപ്പിലയും ജീരകവും ചെറിയ ഉള്ളിയും കൂടിയിട്ട് നന്നായി അരച്ചെടുക്കുന്നു. ആ അരച്ചയിലേക്ക് ഈ തേങ്ങയും കൂടി, ഇത്രയും ഭാഗം തേങ്ങയും കൂടി ഇട്ടിട്ട് 2 പിടി തേങ്ങ ഉണ്ടാവും, അതും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒരു കറക്കി എടുക്കുക. ഇത്രയാണ് അരപ്പിന് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. അത് ചിലർ തൈര് ഒഴിക്കും, ചിലവർ പുളി പിഴിഞ്ഞൊഴിക്കും, ചിലർ മാങ്ങ ഇതിൻ്റെ കൂടെ, വെജിറ്റബിൾസ് വേവിക്കുന്നതിൻ്റെ കൂടെ മാങ്ങ ഇട്ടിട്ടും ചെയ്യും. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് വെക്കുക. ഇവിടെ ഞാൻ വെക്കുന്ന രീതിയാണ് ഇത്. ഈ ചെറിയ ഉള്ളി ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും അവിയലിന്, നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും, സ്മെല്ലും ഉണ്ടായിരിക്കും. നല്ലതാണ് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് അരയ്ക്കണത്. അപ്പം നമുക്ക് അരയ്ക്കാനുള്ളത് എടുക്കാം. നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് അരഞ്ഞിരിക്കുന്നത്. ആദ്യം അരച്ച് നന്നായി അരഞ്ഞു, അതിലേക്ക് മറ്റേ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒരു കറക്ക്, ഒറ്റ കറക്കാണ് കറക്കിയിട്ടുള്ളൂ. തരുതരുന്നിനെ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഈ അരപ്പിലേക്ക് തന്നെ തൈര് ഒഴിച്ചു കൊടുക്കും, എന്നിട്ട് ഒരു കറക്കും. അത്രയാണ് ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാതെ തൈര് തനിയെ, തേങ്ങ അരപ്പ് തനിയെ ആയിട്ട് ഞാൻ ഒഴിക്കാറില്ല. ഇങ്ങനെയാണ് തേങ്ങ അരച്ചതിരിക്കുന്നത്.
ഇനി ഞാനിത് ഒരൊറ്റ കറക്ക്, ഒരു കറക്ക്, അതായത് ആ തൈര് അതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാം, അത്രേ ഉള്ളൂ. അങ്ങനെ കറക്കിയിട്ട് എടുത്തിട്ട് നേരെ പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വേവുമ്പോൾ അതിലേക്ക് ഒഴിക്കാറാണ് പതിവ്. ഇതല്ലാതെ തനിയെ നമുക്ക് തൈര് ആദ്യം ഒഴിച്ചു, അത് കഴിഞ്ഞ ശേഷം തേങ്ങ അരച്ചത് ഒഴിച്ചു, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ചെയ്യാറുള്ള മെത്തേഡാണ് ഞാനിവിടെ കാണിക്കണത്. ഇത് നമ്മൾ തൈരും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറി വെജിറ്റബിൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്, വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ തീ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഉടയാതിരിക്കാനാണ് ചട്ടകം യൂസ് ചെയ്യുന്നത്. നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീയെ ഓഫ് ചെയ്യാം. ഇനി ഇതെല്ലാം നമുക്ക് കുറച്ച് ചാറായി വേണമെന്നുണ്ടെങ്കിൽ ചാറാക്കി എടുക്കാം. അല്ലെങ്കിൽ എപ്പോഴും സദ്യക്കുള്ള അവിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. ഇതിലേക്ക് പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പുളിയോ ഉപ്പോ ഒക്കെ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. അതായത് ഇട്ട് കൊടുക്കാൻ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം. പുളി കുറവാണെങ്കിൽ തൈര് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ട്, അത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ അത് കട്ടയാവും. പിന്നെ ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്ക് സദ്യക്ക് കിട്ടണ മാതിരി അത്ര ഡ്രൈ ആയിട്ടല്ല ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു ചെറിയൊരു ഇതുള്ള മാതിരി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇരിക്കും തോറും ഇനി കട്ടയായി പോവും. ഇപ്പം ചൂടോടെ ഇരിക്കുന്ന അതിനാണ് ഇങ്ങനെയുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് താളിക്കലൊന്നുമില്ല, നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം. വെളിച്ചെണ്ണ തന്നെ വേണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂടി വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തായാലും എടുക്കുമ്പോൾ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് സമയമായി. നമുക്ക് തുറന്നു നോക്കാം. നല്ല മണം വരുന്നുണ്ട്, നല്ലതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റർ ബ്രൗനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ, ഓണം സ്പെഷ്യൽ ഡിഷായ അവിയൽ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇട്ട് കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ വർഷവും 3-4 ഡിഷസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പായസം ഉണ്ടായിരുന്നു, പഴം പ്രഥമൻ. നല്ല ടേസ്റ്റുള്ള പായസമാണ്. എല്ലാവരും അതും ഒന്ന് കയറി നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് പായസം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ ഡിഷ് അവൻ ടേസ്റ്റ് ചെയ്തിട്ട് അവൻ പറയും. സൂപ്പറായിട്ട് അടിപൊളി അവിയലാണ്. അപ്പം എനിക്ക് ഓണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷാണിത്. അപ്പം എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഓണത്തിന്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയ വീഡിയോയുമായി വരുന്നാലേ എല്ലാവർക്കും ബൈ.